മലയാള സാഹിത്യത്തിലെ എക്കാലത്തെയും ജനപ്രിയനായിരുന്ന എഴുത്തുകാരനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. ബേപ്പൂർ സുൽത്താൻ, കഥകളുടെ സുൽത്താൻ എന്നും അദ്ദേഹം സ്നേഹത്തോടെ അറിയപ്പെടുന്നു. ലളിതമായ ഭാഷയും ആഴമുള്ള മാനുഷികതയും അദ്ദേഹത്തിന്റെ രചനകളുടെ പ്രത്യേകതയാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രശസ്തമായ കഥകളിൽ ഒന്നാണ് വിശ്വവിഖ്യാതമായ മൂക്ക്. ആക്ഷേപഹാസ്യത്തിൽ പൊതിഞ്ഞ സാമൂഹിക വിമർശനമായാണ് ബഷീർ ഈ കഥ പറയുന്നത്. ഒരു സാധാരണ പാചക തൊഴിലാളിക്ക് ഒരു ദിവസം മൂക്കിന് നീളം വെക്കുന്നതും അതിനെ തുടർന്നുണ്ടാവുന്ന സംഭവ പരമ്പരകളുമാണ് ഈ കഥയിൽ ഇതിവൃത്തം. മൂക്ക് എന്ന വിഷയത്തിലൂടെ സമൂഹത്തിലെ പൊള്ളത്തരങ്ങളെ ഹാസ്യാത്മകമായി നോക്കിക്കാണുകയാണ് ബഷീർ ഈ കഥയിലൂടെ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രശസ്തമായ ചെറുകഥകളിൽ ഒന്നാണ് തേന്മാവ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു തേന്മാവിനെ കുറിച്ചുള്ളതാണ് ഈ ചെറുകഥ. വളരെ ലളിതമായാണ് ബഷീർ ഇത് രചിച്ചിരിക്കുന്നത്. തേന്മാവിനെ ഇഷ്ടപ്പെടുന്ന രണ്ട് വ്യക്തികൾ, റഷീദും അസ്മായും. അവർക്കൊരു തേന്മാവിനോടുള്ള സ്നേഹവും അതിനിടയാക്കിയ സാഹചര്യവുമാണ് ഈ ചെറുകഥ. തേന്മാവിന്റെ ചരിത്രം റഷീദും അസ്മായും ബഷീറിനോട് പറയുന്നതാണ് കഥാസന്ദർഭം. ഈ കഥയിലെ മറ്റൊരു പ്രശസ്തമായ കഥാപാത്രമാണ് യൂസുഫ് സിദ്ദീഖ്. ഈ കഥ വായിച്ചവരെല്ലാം ഒരു വൃക്ഷത്തെയെങ്കിലും സംരക്ഷിക്കണം എന്ന സന്ദേശമാണ് ബഷീർ നൽകുന്നത്. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയൊരു നോവലാണ് എൻ്റെ ഉപ്പുപ്പാക്ക് ഒരാളുണ്ടായിരുന്നെ. 1981 ഈ നോവൽ പ്രസിദ്ധീകരിച്ചത്. ഈ വെളിച്ചത്തിൽ എന്ത് വെളിച്ചം എന്ന ബഷീറിന്റെ വിഖ്യാതമായ പദപ്രയോഗം ഈ നോവലിനാണുള്ളത്. തങ്ങളുടെ കുറവുകൾ മറയ്ക്കാൻ വേണ്ടി ആളുകൾ തങ്ങളുടെ പോയകാല ജീവിതത്തെക്കുറിച്ച് അനുസ്മരിച്ച് കൂറ്റം കൊള്ളുന്നതിനെ കളിയാക്കാനാണ് ബഷീർ എൻ്റെ ഉപ്പുപ്പാക്ക് ഒരാളുണ്ടായിരുന്നു എന്ന പേരിലോട് ശ്രമിക്കുന്നത്. ആന ഉണ്ടായിരുന്ന തറവാട്ടിലെ കരണോത്തി ആയതിനാൽ മെരിയാടിയിട്ട് തത്തി നടക്കുന്ന ഉമ്മയെ ഈ നോവലിലെ പ്രധാന കഥാപാത്രമായി മകൾ കുഞ്ഞുപാത്തുമ്മ കുയ്യാനാണ് പരിഹസിക്കുന്നവരെ നമുക്ക് ഈ നോവലിൽ കാണാം. വിഖ്യാതനായ കഥാകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ 1945 രചിച്ച സരളമായ ഒരു കഥയാണ് ജന്മദിനം. പുറമേ നിന്ന് കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി മൊഴിപ്പട്ടികയിലാകുന്ന ബഷീറിനെയാണ് ജന്മദിനത്തിൽ നാം കാണുന്നത്. ഇടനേരങ്ങളിൽ സന്ദർശനത്തിനായി എത്തുന്ന പ്രമുഖർ ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ വിശപ്പിനെ കുറിച്ച് ചോദിക്കുന്നില്ല. അവരെല്ലാവരും ഗൗരവമാർന്ന സാമൂഹ്യ പ്രശ്നങ്ങളിൽ മുഴുകുന്നു. മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നം വിശപ്പാണെന്ന ആശയം മുന്നോട്ട് വെക്കുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. വിശപ്പകറ്റാനായി എത്തുന്ന കുട്ടികളെ കള്ളനാണയം നൽകി പറ്റിക്കുക വഴി സമകാലിക യുവത്വത്തിന്റെ കപടമുഖം വലിച്ചു ചീന്തുകയാണ് ബഷീർ ചെയ്യുന്നത്. ഒടുവിൽ തന്റെ ജന്മദിനത്തിലെ സുഖനിദ്രയ്ക്ക് വേണ്ടി അയൽപക്കത്തെ ഭക്ഷണം കട്ടെടുക്കുന്നതിലേക്ക് ബഷീർ എത്തുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വളരെ പ്രസിദ്ധമായ ഒരു നോവലാണ് പാത്തുമ്മയുടെ ആട്. കഥയിലെ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ അംഗങ്ങളാണ്. കഥയിലെ ആടും സഹോദരി പാത്തുമ്മയുടേതാണ്. തലയോലപ്പറമ്പിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചാണ് കഥ നടക്കുന്നത്. കഥയിലെ വളരെ പ്രധാനപ്പെട്ട അംഗം കൂടിയാണ് പാത്തുമ്മ. പേര് സൂചിപ്പിക്കും പോലെ പാത്തുമ്മയുടെ ആടിനെ ചുറ്റിപ്പറ്റിയാണ് നോവലിലെ കഥയുടെ കിടപ്പ്. വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച പ്രശസ്ത നോവലുകളിൽ ഒന്നാണ് മതിലുകൾ. മലയാളത്തിലെ പ്രശസ്തമായ ഒരു പ്രേമകഥയാണ് ഇത്. മറ്റ് കൃതികളെ പോലെ തന്നെ ആത്മകഥാപരമാണ് ഈ നോവലും. രാഷ്ട്രീയ തടവുകാരനായി ജയിലിലെത്തുന്ന ബഷീർ അവിടെ നേരിടുന്ന ചില അനുഭവങ്ങളാണ് ഈ ലഘു നോവലിൽ ആവിഷ്കരിക്കുന്നത്. ജയിലിലെ ഒരു മതിലിനപ്പുറത്തുള്ള നാരായണി എന്ന സ്ത്രീയുമായി അദ്ദേഹം പ്രണയത്തിലാവുകയും അതൊരിക്കലും സഫലമാകാതെ പോവുകയും ചെയ്യുന്നു. ഒരു നഷ്ടപ്രണയത്തിന്റെ വേദന നോവൽ നമുക്ക് പകർന്നു തരുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഏറ്റവും പ്രശസ്തമായ പ്രണയഹാസ്യ നോവലാണ് പ്രേമലേഖനം. വിഭിന്ന മതവിശ്വാസികളായ കേശവൻ നായരുടെയും സാറാമ്മയുടെയും പ്രണയമാണ് ഇതിന്റെ ഇതിവൃത്തം. ഹാസ്യത്തിലൂടെയും സംഭാഷണങ്ങളിലൂടെയും സ്ത്രീധന വിവസ്തത ബഷീർ ഈ നോവലിലൂടെ വിമർശിക്കുന്നു. വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച ലഘുനോവലാണ് മാന്ത്രിക പൂച്ച. 1968 ഈ കൃതി പ്രസിദ്ധപ്പെട്ടത്. ബേപ്പൂരിലുള്ള വീട്ടിൽ വെച്ചാണ് ഈ കൃതി അദ്ദേഹം രചിച്ചത്. ബഷീറിന്റെ വീട്ടിൽ എത്തിച്ചേർന്ന ഒരു പൂച്ചയെ ചുറ്റിപ്പറ്റിയാണ് ഈ കഥ വികസിക്കുന്നത്. ഈ പൂച്ചയും ബഷീറിന്റെ അയൽക്കാരും തമ്മിലുള്ള വിവിധ ബന്ധങ്ങളുമാണ് കഥാതന്തു. പൂച്ച ആ നാട്ടിലുള്ളവരുടെ ഒരു വിശ്വാസം സംരക്ഷിക്കാൻ നിമിത്തമാവുന്നതാണ് കഥ. ആ കാലത്ത് സമൂഹത്തിൽ നിന്നിരുന്ന വിവിധ അനാചാരങ്ങളുടെ
നർമ്മത്തിൽ പൊതിഞ്ഞ രൂക്ഷ വിമർശനം നടത്താൻ ബഷീർ ആ കഥ ഉപയോഗിച്ചു ഇരിക്കുന്നു. മലയാള സാഹിത്യ രംഗത്തെ പകരം വെക്കാനില്ലാത്ത കലാകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അദ്ദേഹത്തോളം തന്നെ പ്രസക്തിയുള്ള ഒരു രചനയാണ് ബാലകാലസഖി. അസാധാരണ പ്രണയകഥയാണ് ബാലകാലസഖി. സാധാരണക്കാരിൽ നിന്ന് സാധാരണക്കാരായ ഒരു യുവാവാണ് കഥാനായകൻ മജീദ്. കുട്ടിക്കാലം മുതൽ പ്രണയത്തിലായ മജീദ്, സുഹറ എന്നിവയിൽ ചുറ്റിപ്പറ്റിയാണ് കഥ. പല കാലഘട്ടത്തിലായി 2 തവണ സിനിമയായിട്ടുണ്ട്.